നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ണാ, സത്യന്റെ വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല ഇന്ദ്രേട്ടാ. മാർക്കറ്റിൽ ഇന്നത്തെ ചർച്ച മുഴുവൻ അത് തന്നെ. ഇന്ദ്രേട്ടൻ ചെയ്തത് ശരിയല്ലെന്നാ എല്ലാവരും പറയുന്നത്. അത് പറ്റിപ്പോടാ. ഇന്നലെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ കാശ് തികയാത്തതിന്റെ പേരിൽ എന്റെ പിടിവിട്ടു പോയതാ. അതാ. ഇതിന്റെ അപ്പുറത്തുള്ള മനസ്സിലായി. ആ ഇന്ദ്രനെ ഇവിടെ സത്യനുണ്ടോ നോക്കി പോകുന്നത് കണ്ടു. വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലേ ഞാൻ എവിടെ? ഇനി ഇന്ദ്രൻ ഇങ്ങോട്ട് വരില്ല. ചെയ്തത് തെറ്റായി പോയെന്ന് അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ സത്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാണോ സാറേ? അവനെ പിരിച്ചുവിട്ടൊന്നുമല്ല, അവ സ്വയം പിരിഞ്ഞു പോയതാ. പിന്നെ ഈ കണക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്ക്. ഗുഡ് മോർണിംഗ് സർ. സത്യ ഇരിക്കെ. നീ ഉറക്കമായിരിക്കുന്ന കരുതിയാ ഞാൻ വിളിക്കായിരുന്നു. വിജയ, ഒരു കാപ്പി കൂടി. പിന്നെ രാത്രി ഉറക്കമൊക്കെ ശരിക്കും കിട്ടിയോ? ഉറങ്ങാനൊക്കെ പറ്റി സർ. വിജയേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ഇതൊക്കെ ഒരു ദൈവനിശ്ചയ സത്യ. അല്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്തു വെച്ച് കാണുമോ? ആരും അറിയാതെ കുറച്ചുനാള് തനിച്ച് കഴിയണമെന്നായിരുന്നു സത്യന്റെ ഡിമാൻഡ്. സത്യനിവിടെ എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. ഇവിടെ ഒരാളും സത്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വരില്ല. 2 ദിവസം തനിച്ച് മുറി കഴിയുമ്പോൾ സത്യന് പുറത്തു ചാടാൻ തോന്നുന്നു സാറേ. നമ്മളൊക്കെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചവരല്ലേ സത്യ? അതൊക്കെ ശരിയാ. എന്നാലും കുറച്ചു നാളത്തേക്കെങ്കിലും ഞാനിവിടെയുള്ള കാര്യം ആരും അറിയാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും നീ സുരക്ഷിതനായി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സച്ചിയും ഗോകുലും എങ്കിലും അറിഞ്ഞിരിക്കണം. നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ നിന്നെ സംരക്ഷിച്ചത് അവരാ.
അതിന്റെ പേരിൽ നിനക്കുണ്ടായതിനേക്കാൾ കൂടുതൽ അപമാനം അവർക്കാണ് ഉണ്ടായത്. എന്നിട്ടും നിന്നൊരു വാക്കുകൊണ്ട് പോലും അവർ കുറ്റപ്പെടുത്തിയില്ലല്ലോ. അത് ശരിയാ. അത് തന്നെയാ സാർ എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ കണ്ട ഇന്ദുവിനെയും എന്നെയും ചേർത്ത് എൻ്റെ അമ്മ അപവാദം പറഞ്ഞെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ആ നിമിഷം മരിച്ചു കളയാനാ തോന്നിയത്. ഞാൻ കാരണം ആ കുട്ടിയുടെ ലൈഫിൽ ഒരു കോട്ടവും സംഭവിക്കരുത് സാർ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഇന്ദുവിൻ്റെ ഡോക്ടർ രാഹുലിൻ്റെ വിവാഹം അത് അന്തസ്സായി തന്നെ നടക്കണം. അതൊക്കെ ഭംഗിയായിട്ട് നടക്കും സത്യ. നിന്റെ അമ്മയുടെ സ്വഭാവം സച്ചിക്കും കുടുംബത്തിനും പണ്ടേ അറിയാം. അവരാ കാര്യം രാഹുലിനെയും അവന്റെ കുടുംബത്തിനെ അറിയിക്കും. പിന്നെ മേലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ചോദ്യം ചെയ്യാൻ വരരുതെന്ന് അവര് ആ ഡോക്ടറെ താക്കീത് ചെയ്യുകയും ചെയ്യും. അതാ സത്യ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ നാട് വിട്ട് പോകരുതെന്ന്. നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ലാത്തപ്പോ നീ എന്തിനു ഒളിച്ചോടണം? അതെ, ഇനി നീയും കൂടി മുന്നിൽ നിന്നോണ്ട് വേണം ഇന്ദുവിന്റെ കല്യാണം നടത്താൻ. അപ്പോഴേ ആ ഡോക്ടർക്കും കുടുംബത്തിനും സത്യം ബോധ്യമാവും. ആ എന്നാ ഇപ്പോഴത്തെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. ആ ആ ആ ശരി ശരി. ആ നമ്പർ പറ. ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടോ? അല്ല, ഉള്ള നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഗൂഗിൾ. ആ 960588. ആ ഓക്കെ ശരി. ഗുഡ് മോർണിംഗ് രഘുവേട്ട. ഗുഡ് മോർണിംഗ് ഗൂഗിൾ. ആ ഇവിടെ ഇരിക്കേ. ഏ രഘുവേട്ട അവിടെ ഇരിക്കേ. ഇരിക്കേ. എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ സീറ്റ് ഒഴിഞ്ഞിരിക്കൊന്നും വേണ്ട. ഇതേ രഘുവേട്ടന്റെ ചെയറാ, അവിടെ തന്നെ ഇരുന്നാ മതി. രഘുവേട്ടാ, ഇന്നലെ ഇന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ അവനെ ഒന്ന് വരട്ടാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നേ ഉള്ളൂ. അവനത് ഏറ്റെന്ന് തോന്നുന്നല്ലേ? അതെ, ഇന്ദ്രന്റെ സാമ്പത്തിക നില തീരെ അബദ്ധമാ. അതിനിടയില അമ്മയുണ്ടാക്കിയ പ്രശ്നം. ആകെ തകർന്ന മട്ടില്ല അവനിവിടുന്ന് പോയത്. ഇതൊക്കെ അവൻ വരുത്തി വെച്ച വിനയ രഘുവേട്ടാ. അവന്റെ അമ്മയെ കയറൂരി വിട്ടത് അവനാ. ഇനിയിപ്പോ അവൻ തകർന്നാലേ അവർക്ക് നോവൂ. ആ അതുപോട്ടെ. സച്ചി സാർ എത്തിയോ? ആ അച്ഛൻ രാവിലെ തന്നെ എത്തി. ഞാൻ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തോണ്ട് വന്നത്. ഇപ്പോ അച്ഛൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലുണ്ടോ? അല്ല, അത് ഓഫീസ് കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് കുറച്ച് സമയം ഒന്ന് പുറത്തു വേണ്ടി വരും. അല്ല, അതുവരെ ഗോകുലോടെ ഉണ്ടായാൽ മതി. മഞ്ചാടി അച്ഛനെ പോയി കാണാൻ വേണ്ടിട്ടല്ലേ? അതെ. അല്ല, അവര് വരുന്ന കാര്യം ഗോകുൽ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു രഘുവേട്ടാ. ഇപ്പൊ പണ്ടത്തെ പോലൊന്നുമല്ല. എൻഗേജ്മെന്റ് ഒക്കെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ ഓണായ ലക്ഷണം ഉണ്ടല്ലോ. അതെ. പിന്നെ രഘുവേട്ടാ, ഓഫീസ് ടൈമിൽ രഘുവേട്ടൻ പുറത്തു പോകണ്ട. അവർക്ക് വേണ്ടി നമുക്കൊരു വണ്ടി വിട്ടാ പോരെ? അല്ല, അത് അമ്മാവനും മഞ്ചാടിക്കും വേറെ അങ്ങോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും കൂടില്ലാതെ എങ്ങനെയാ? അതിനിപ്പോ രഘുവേട്ടൻ തന്നെ വേണമെന്നില്ലല്ലോ. ഞാൻ പോയ പോരെ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാ ശരി, ഞാൻ മാറി തന്നിരിക്കുന്നു.